വെൽക്കം ടു യുണൈറ്റഡ് സെൻട്രൽ ഡാർബി ഡേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. ഇറ്റ്സ് ദ ബിഗ് വൺ. മാഞ്ചസ്റ്റർ സിറ്റിയും മാൻ യുണൈറ്റഡും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടും. അപ്പോൾ നമുക്ക് വൈകുന്നേരം ലൈവിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാച്ചിങ് അപ്പ് ഒക്കെ നടത്താനുണ്ട്. അപ്പോൾ നമ്മൾ മിഡ് വീക്കിൽ വിക്ടോറിയ പ്ലസിനെ തോപ്പിച്ചിട്ടാണ് ഈ മത്സരത്തിലേക്ക് വരുന്നത്. 2-1 നമ്മൾ വിജയം സ്വന്തമാക്കി. അത്ര നല്ല മത്സരമൊന്നും അല്ലായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സൗത്ത് അമേരിക്കൻ ടാലൻറ്റിനെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിയേഗോ ലിയോൺ പരാഗ്വേൻ താരമാണ്. 18 വയസ്സായിട്ടില്ല, 17 വയസ്സുള്ള ലെഫ്റ്റ് ബാക്കാണ് ഡിയേഗോ ലിയോൺ. അപ്പോൾ പരാഗ്വേയിലെ കൊറിയോ പോർട്ടേനോ എന്ന് പറയുന്ന ക്ലബ്ബിൽ നിന്നാണ് ഈ ഡിയേഗോ ലിയോൺ വരുന്നത്. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും ആക്ച്വലി നമുക്കറിയില്ല എന്നുള്ള കാര്യമാണ്. യൂട്യൂബിൽ കാണുന്ന വീഡിയോസൊക്കെ തന്നെ നിങ്ങളും ഞാനും ഒക്കെ കണ്ടിട്ടുണ്ടു. അപ്പോൾ 4 മില്യൺ എന്നുള്ള തുകയ്ക്കാണ് വരുന്നത്. അപ്പോൾ ഇനി സ്കൗട്ട് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ മെയിൻ ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്പീഡ്, അഗ്രഷൻ, അതുപോലെ ഫിസിക്കാലിറ്റി, പിന്നെ ഫൈറ്റിംഗ് സ്പിരിറ്റ്. അപ്പോൾ പൊതുവെ സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇവനുണ്ട്. അപ്പോൾ ഒരു അപ്പ് ആൻഡ് കമ്മിങ് ടാലൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പോൾ ഇവൻ വരുന്ന ക്ലബ്ബ് കൊറിയോ പോർട്ടേനോ എന്ന് പറയുന്ന ആ ക്ലബ്ബിൽ നിന്നാണ് മിഗേൽ ആൽമിറോണൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ പോയി സക്സസ്ഫുൾ ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ വന്നിട്ടുള്ള ക്ലബ്ബാണ് കൊറിയോ പോർട്ടേനോ എന്ന് പറയുന്ന ക്ലബ്ബ്. പരാഗോ നമുക്കറിയാം വളരെ ചെറിയ രാജ്യമാണ്. അവരുടെ പോപ്പുലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ചെറുതാണ്. അപ്പോൾ ആ രാജ്യത്തിൽ നിന്നാണ് ഈ ഡിയേഗോ ലിയോൺ വരുന്നത്. ഇപ്പം നമ്മുടെ ഈ നമ്മുടെ ലിങ്കുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കൻ പ്ലേയേഴ്സായിട്ട് വരുന്ന ലിങ്കുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചില നല്ല ടാലൻറ്റുകളായിട്ട് അവർ യൂറോപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ നല്ല രീതിയിൽ ഹെവിലി ലിങ്കൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ജൂലിയൻ അൽവാരസ് ആയിട്ട് കുറേ നാൾ ഹെവി ലിങ്ക് വന്നാണ് മാൻ സിറ്റിയിലേക്ക് പോകുന്നതിന് മുമ്പ് റിവർ പ്ലേറ്റ് കളിക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു ഇത് ആക്ച്വലി സംഭവിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ഡീലുകൾ ചെയ്യാറില്ല. അപ്പോൾ ഇവഞ്ചുവലി അത് തന്നെ സംഭവിച്ചു. ഡീല് ചെയ്യാത്തതുകൊണ്ട് തന്നെ അവൻ മാൻ സിറ്റിയിലേക്ക് പോയി നമ്മളായിട്ട് ലിങ്ക് ആയതിനു ശേഷം. അതുപോലെ തന്നെയാണ് മോയിസസ് കസീഡോയുടെ കാര്യം. കസീഡോയായിട്ട് അവൻ ഇക്വഡോറിൽ വെച്ച് തന്നെ നല്ല ഹെവി ആയിട്ട് ലിങ്ക് ആയതാണ്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ അവൻ ബ്രൈറ്റണിലേക്ക് പോയത്. അവന് കുറേ ഏജൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെ ഡിസ്കസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന് അപ്പാരൻ്റ്ലി നമ്മുടെ ബോർഡ് തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ കസീഡോ പോയി. അതല്ലെങ്കിൽ 10 മില്യണ് താഴെ അന്ന് ഇവനെ കിട്ടേണ്ടതായിരുന്നു. അപ്പോൾ ഈ 2 പ്ലെയേഴ്സിന് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്ക്വാഡ് ഇന്നൊരു ബെറ്റർ സ്ഥിതിയിൽ നിന്നേനെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുപോലൊരു ലിങ്കാണെന്നാണ് ആദ്യം ഈ ഡിയേഗോ ലിയോണിൻ്റെ കാര്യത്തിൽ വിചാരിച്ചത്, വേറെ വല്ല ക്ലബ്ബിലേക്ക് പോകാനായിട്ട് ഈ ഏജൻറ്റ് ടോക്സ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല, ഈ പ്ലെയർ നമ്മുടെ സ്വന്തമാണ്. അപ്പോൾ അടുത്ത സീസണിലേക്കായിരിക്കും എത്തുള്ളൂ. അപ്പോൾ കൂടുതൽ പ്രതീക്ഷയുടെ ഒന്നും കാര്യമൊന്നുമില്ല. ഇവനെ സ്റ്റാർട്ട് ചെയ്യുമോ അതോ യൂത്ത് ടീമിലാണോ കളിക്കാൻ പോകുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു ലോ റിസ്ക് സൈനിങ് ആണ്. ഇൻ കേസ് വർക്കൗട്ട് ആയില്ലെങ്കിൽ തന്നെ മറച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നല്ല ഡീൽ തന്നെയാണെന്ന് നമുക്ക് കരുതാം. അപ്പോൾ എന്തായാലും യുണൈറ്റഡ് ഇങ്ങനെയുള്ള കുറച്ച് യൂത്ത് സൈനിങ്സ് ഒക്കെ നടത്തി ഒരു പ്രോമിസിങ് യൂത്ത് സെറ്റപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ആളായിരുന്നു കോനെ, അതുപോലെ തന്നെ ആഴ്സണലിൽ നിന്ന് ചിഡോബി മാർട്ടിൻ, ഡിയേഗോ ലിയോൺ. അപ്പോൾ വരും ട്രാൻസ്ഫർ വിൻഡോകളിലോ അല്ലെങ്കിൽ വരും സമയങ്ങളിൽ ഇതുപോലെ കുറച്ചുകൂടി ഡീലുകളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു വിവാദം നടക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി സ്ക്വാഡുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ഒരു കാര്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഷ്ഫോർഡിനെ ഒരു പക്ഷേ വിറ്റേക്കും എന്നുള്ള കാര്യം പറയുന്നുണ്ട്, വിച്ച് ഈസ് ഡൗട്ട്ഫുള്ളാണ്. ഈ റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മുമ്പും കേട്ടിട്ടുള്ള കാര്യമൊക്കെ തന്നെയാണ്. പക്ഷേ റാഷ്ഫോർഡിനെ വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയലിസ്റ്റിക്കലി ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവൻ്റെ സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ സാലറിയാണ്. അപ്പോൾ അത്രയും സാലറിയൊക്കെ അവന് അങ്ങോട്ട് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. അവനെ പറഞ്ഞു വിടാനായിട്ട് വെറുതെ പറഞ്ഞു വിടാൻ പറ്റില്ല. ചിലപ്പോൾ അവന് പൈസ അങ്ങോട്ട് കൊടുത്ത് സെറ്റിൽ ചെയ്താലാണ് അവനൊരു പക്ഷേ ക്ലബ്ബ് വിട്ട് പോവുകയുള്ളൂ. പക്ഷേ റാഷ്ഫോർഡ് പോകേണ്ട ഒരു സമയമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അധികം നാളെ അവനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ റാഷ്ഫോർഡ് പോട്ടെ, പകരം വേറെ ആരെങ്കിലുമൊക്കെ വരട്ടെ എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ജനുവരിയിൽ ചിലപ്പോൾ വിറ്റേക്കും എന്നുള്ള രീതി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നാണെങ്കിലും കുറേ അവനുമായി ബന്ധപ്പെട്ടിട്ട് കുറേ വാർത്തകളൊക്കെ വരുന്നുണ്ട്. അവൻ്റെ 18 വയസ്സുള്ളൊരു 27 വയസ്സായ 18 വയസ്സുള്ള ആളെ പോലെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പാർട്ടി കൾച്ചറും കാര്യങ്ങളിലൊക്കെയാണ്, അവൻ ഫോക്കസ് ഫുട്ബോളല്ല എന്നുള്ള തരത്തിൽ പല രീതിയിലുള്ള വാർത്തകളൊക്കെ റാഷ്ഫോർഡിനെ കുറിച്ച് വരുന്നുണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ഫോർ ഹിം ടു ലീവ് എന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ അത് റാഷ്ഫോർഡിൻ്റെ കാര്യം. അതുപോലെ തന്നെ റാഷ്ഫോർഡിനെ പറ്റി ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വിടുന്നത് ചില ട്വിറ്റർ അക്കൗണ്ടുകളിൽ നിന്നൊക്കെയാണ്. അപ്പോൾ ആ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടിട്ട് ഗാർനാച്ചോയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വിവാദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അപ്പോൾ നമുക്കറിയാം നമ്മുടെ മാച്ച് ഡേയുടെ അന്ന് പലപ്പോഴും നിങ്ങൾ ട്വിറ്ററോ എക്സൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ പലപ്പോഴും നേരത്തെ തന്നെ ലൈനപ്പൊക്കെ വരാറുണ്ട്. ഇപ്പോൾ 1 മണിക്കൂർ മുമ്പാണ് സാധാരണഗതിയിൽ എല്ലാ ക്ലബ്ബുകളുടെ ലൈനപ്പ് വരാറ്, പക്ഷേ അതിന് മുമ്പേ തന്നെ നമ്മുടെ ലീക്കിൻ്റെ ലൈനപ്പ് വരാറുണ്ട്. അപ്പോൾ ആ ലീക്ക് അവിടെ നിന്ന് വരുന്നു, ആ കാര്യമായിരുന്നു സംശയിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിരൽ ചൂണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗാർനാച്ചോയിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാർനാച്ചോയുടെ അനിയൻ റോബർട്ടോ ഗാർനാച്ചോ അവൻ ഈ പറയുന്ന പോലെ ഒരു ബിഗ് യുണൈറ്റഡ് ട്വിറ്റർ അക്കൗണ്ടുമായിട്ട് അഫിലിയേറ്റഡ് ആണ്. അവൻ്റെ പ്രൊഫൈലിലൊക്കെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു ആ ഒരു പേജിൻ്റെ ലിങ്കൊക്കെ. അപ്പോൾ അങ്ങനെ അവനാണ് ചോർത്തി കൊടുക്കുന്നതെന്നുള്ള തരത്തിൽ റൂമറുകൾ വരാൻ തുടങ്ങി. മാത്രമല്ല ഈ ചെറുക്കനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-15 വയസ്സുള്ളൂ, കൊച്ചു പയ്യനാണ്. അപ്പോൾ അവൻ ഗാർനാച്ചോയുടെ ന്യൂസ് എടുത്ത് മാറ്റുന്നു, അത് ഇങ്ങനെ വിടുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മാത്രമല്ല ഗാർനാച്ചോയുടെ ഒരു ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീസെൻ്റ്ലി ആണെങ്കിലും ഗാർനാച്ചോയുടെ ചില സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ലിസാൻഡ്രോനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ളൊരു പോസ്റ്റ് ഏതോ ട്വിറ്റർ അക്കൗണ്ടിൽ വന്നു. അപ്പോൾ അതിന് ഗാർനാച്ചോ ലൈക്ക് അടിച്ചു, അതിന് ശേഷം അതാണ് ലൈക്ക് ചെയ്തു. അതുപോലെ തന്നെ മുമ്പ് ടെൻ ഹാഗിനെ ക്രിറ്റിസൈസ് ചെയ്തിട്ടൊരു സാധനം വന്നിരുന്നു, അപ്പോൾ അതിന് പുള്ളി ലൈക്ക് അടിച്ചു, അതിന് ശേഷമാണ് ലൈക്ക് ചെയ്തു. അപ്പം അന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ അബദ്ധവശാൽ സംഭവിച്ച രീതിയിൽ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു തവണയൊക്കെ അബദ്ധത്തിൽ സംഭവിക്കാം, പക്ഷേ അതിൽ കൂടുതൽ തവണ അബദ്ധത്തിൽ സംഭവിക്കുക എന്നുള്ളതാണ് ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഗാർനാച്ചോയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒരാളുടെ ഒരു 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 ടീമിൽ നിന്ന് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം സൈലൻ്റ് ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ക്ലബിൻ്റെ ഉള്ളിൽ തമ്മിൽ പേഴ്സണലി പറയുന്നത് പോലെയല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അത് എസ്പെഷ്യലി സഹതാരം ലിസാൻഡ്രോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം രാജ്യക്കാരനാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവൻ ആ ഒരു മെച്യൂരിറ്റി അവനായിട്ടില്ല ഈ ഗാർനാച്ചോയ്ക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരും വിരൽ ചൂണ്ടുന്നത് ഗാർനാച്ചോയും ഗാർനാച്ചോയുടെ സഹോദരനിലേക്കുമാണ്. പക്ഷെ അതിൽ ഇങ്ങനെ പബ്ലിക്കലി ഇവന് ഇങ്ങനെ ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുമ്പോൾ അവൻ അങ്ങനെ ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വരുന്ന മറ്റൊരു ചോദ്യം. ഇവനായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മറ്റ് ചില അലിഗേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈവൻ ബിഫോർ ഗാർനാച്ചോ ലീക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതും ആക്ച്വലി ഒരു ഫാക്റ്റാണ്. ഗാർനാച്ചോ ഫസ്റ്റ് ടീമിലേക്ക് നിൽക്കുന്നതിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ തന്നെ ലീക്കുകൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഒത്തിരി നാളായിട്ട് കാണുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്നും ഇന്നും ഉള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർ ബ്രൂണോ, റാഷ്ഫോർഡ്, ലൂക്ക് ഷോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ ലൂക്ക് ഷോയും റാഷ്ഫോർഡ് ആയിരിക്കാം എന്നുള്ള രീതിയിൽ ഇതിനെ കാര്യത്തിലേക്ക് വരുമ്പോൾ സംശയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സംശയങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻ ഹാഗിൻ്റെ ഏജൻസി ആയിരുന്ന SCG അവർ ത്രൂവും ലീക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. കാരണം പ്രോ ടെൻ ഹാഗിനെ സപ്പോർട്ട് ചെയ്ത് കുറേ അക്കൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഒരു ടിപ്പ് എന്നുള്ള രീതിയിൽ കൊടുത്തതായിരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. പക്ഷേ ടെൻ ഹാഗ് പോയതിന് ശേഷവും ഇപ്പോഴും ലീക്ക് തുടർന്ന് കഴിയുമ്പോൾ അത് പർട്ടിക്കുലർലി SCGനെ കുറ്റം പറയാൻ പറ്റില്ല ഈ ഒരു കാര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ. അപ്പോൾ ഇതെന്താണ്, ആരാണ്, എവിടെ നിന്നാണ് ഈ ലൈനപ്പുകൾ ലീക്കാവുന്നത്, ഇൻസൈഡ് ഇൻഫർമേഷൻ ലീക്കാവുന്നത് എന്നുള്ള കാര്യം അത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള കാര്യവും യാതൊരു രീതിയിലും യാതൊരു ഐഡിയ ഇല്ല. അത് കുറേ നാളുകളായിട്ട് മേ ബി ഒരു പക്ഷേ അവിടെ ഉള്ള സ്റ്റാഫ് ആരെങ്കിലും ചോർത്തി കൊടുക്കുന്നതും ആയിരിക്കാം. അത് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അവിടെയുള്ള ഓഫീസ് സ്റ്റാഫോ അങ്ങനെ ആരും വേണമെങ്കിലും ഈ വാർത്ത ചോർത്താന്നുള്ളതാണ്. അല്ലെങ്കിൽ കിറ്റ്മാനോ എനിബഡി ക്യാൻ ഡു ഇറ്റ്. ഒരു പക്ഷേ പ്ലെയേഴ്സിന് നേരെ അതൊരു വിരൽ ചൂണ്ടുന്നത് പോലെ വരുന്നതായിരിക്കാം. സോ അതൊക്കെയാണ് ഇപ്പോൾ ക്ലബ്ബുമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. ഓവറോൾ ഡ്രസ്സിങ് റൂം മോറലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ടും കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ലോ ആണെന്ന് തന്നെ പറയാം. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. ഇന്നത്തെ മത്സരം എന്ന് പറയുന്നത് രണ്ട് ക്ലബിനെ സംബന്ധിച്ചും വലിയ മത്സരമാണ്. നമ്മൾ രണ്ടുപേരും മോശമാണ്. മാൻ സിറ്റി ആണെങ്കിലും മോശമാണ്, നമ്മൾ അതിനേക്കാളും മോശമാണ്. സോ ലെറ്റ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻ്റായിട്ട് ഇടുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.